ബിഗ് ബോസ് സീസൺ 6 മലയാളം 50th ഡേ സെലിബ്രേഷൻ. 50th ഡേ എന്നല്ല, എപ്പിസോഡ് 50 ആയിരുന്നു. നാളെയാണ് 50th ഡേ വരുന്നത്. 50ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു. ഇന്ന് എന്തോ മലമറിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പ്രമോയൊക്കെയാണ് ആദ്യമേ അടിച്ചിറക്കി വിട്ടത്. പക്ഷെ ഒന്നുമില്ലായിരുന്നു, വെറുതെ നമ്മളെ പറ്റിച്ചു. ആദ്യത്തെ ഒരു ഡാൻസ് അല്ലാതെ ഹൗസിനകത്ത് ഒരു കേക്കും കട്ട് ചെയ്തു. സത്യമാണ്, കേക്ക് കട്ട് ചെയ്തു. 50 ദിവസം എന്നുള്ള കേക്ക് കട്ട് ചെയ്തു, വിഷസൊക്കെ അറിയിച്ചു, പിന്നെ വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ഒരു യൂഷ്വൽ വീക്കെൻഡ് എപ്പിസോഡിനേക്കാൾ കൂടുതലൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെവിടെയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ലാലേട്ടൻ യൂഷ്വലി വരുന്നു, ജാസ്മിനെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ടുവരാൻ, അതായത് താണുപോയ ജാസ്മിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്ന് പക്ഷേ അൻസിബയുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ച ആ ഒരു കിച്ചണിൽ നിന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അൻസിബ ഡിസർവിങ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടി, ഒരു അവാർഡ് കിട്ടി. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ 50ാമത്തെ എപ്പിസോഡിൽ ഒരു എവിക്ഷൻ ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് എവിക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അഭി പുറത്തായിട്ടുണ്ട്. അത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു ഇത്രയും കട്ടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അബിക്ക് വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ PR ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അബി പുറത്തായി. അവസാനം വന്നത് ജിൻഡോ, ജാസ്മിൻ, അബിയാണ്. അപ്പോൾ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തായാലും ജിൻഡോ, ജാസ്മിൻ ഔട്ടാവില്ല, അബിയാണ് പുറത്താകാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെ അത് ഹാപ്പിയായിട്ട് അബി പുറത്തായി. എനിക്ക് അൻസിബ അൻസിബയുടെ നല്ല കമ്പനിയായിരുന്നു തോന്നുന്നു. അൻസിബ നന്നായിട്ട് വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം ലാലേട്ടൻ വന്നിട്ട് 50ാമത്തെ എപ്പിസോഡാണ്, 50 എപ്പിസോഡായി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു, നിങ്ങൾ സൂപ്പറാ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡാൻസ്, കേക്ക് കട്ടിങ്, ഗിഫ്റ്റ് വിതരണം, അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എന്താണെന്ന് തുറന്ന് കാണിക്കുന്നു. പിന്നെ അതായത് കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ, അന്നേരമാണ് ഈ ഒരു ജയിൽ ടാസ്കിനെ പറ്റിയിട്ടൊക്കെ വരുന്നത്. ഇത്രയും വലിയൊരു അലിഗേഷൻ അവിടെ ഉണ്ടായിട്ട്, അതായത് ഉറങ്ങിക്കിടന്ന് ജിൻഡോയെ ജാസ്മിൻ അടിച്ചു. അത് എന്താണ് ജിൻഡോ, ഒരു ചെറിയ അടിയല്ലേ അടിച്ചത്, ഇതൊക്കെ വലിയ കാര്യമാണോ എന്നുള്ള രീതിയിലായിട്ടാണ് ലാലേട്ടൻ്റെ സംസാരം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഒരു അടിയല്ലേ, ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ. ജിൻഡോയ്ക്ക് ഇതൊരു പ്രശ്നമല്ല എന്നാലും. അപ്പം ജാസ്മിനോട് പറയുന്നു, ഇതെന്ത് ജാസ്മിൻ, അതായത് ഇന്ന് നിങ്ങൾ ആ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ആ ഒരു ലൈവ് കണ്ടവർക്കറിയാം, ജയിലിൽ സുഖം വേണം, അതായത് ജയിലിൽ സുഖിച്ച് കിടക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി വെളിയിൽ നിന്നുള്ളതായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞത് ജയിലാണ്. എന്തുകൊണ്ട് ജാസ്മിൻ അങ്ങോട്ട് മാറിക്കിടന്നൂടാ, ജാസ്മിൻ പറയുന്നിടത്ത് ജാസ്മിന് കിടക്കാൻ പറ്റുമെന്നൊന്നുമില്ല, ജയിലല്ലേ, അതൊന്നും പറ്റില്ല. ജാസ്മിൻ എന്ത് പറയുന്നു അതവിടെ നടക്കണം, അതാണ് ജാസ്മിൻ്റെ ഒരു ഇത്. എന്തായാലും ഇന്ന് നോറ വളരെ ഹാപ്പി ആയിരുന്നു. ജാസ്മിനെ ജിൻ്റെ ഒരു വീക്കും കൂടി ആ ഒരു കിച്ചൺ ടീമിൽ ഇട്ടിട്ടുണ്ട്. നോറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നോറ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നെ ആ ഒരു ജയിൽ ടാസ്കിനെ പറ്റി സംസാരിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ആ ഒരു വീഡിയോ, അതായത് ഇവരുടെ ഇൻ്റർവ്യൂ സമയത്ത് എടുത്ത വീഡിയോകൾ ഇവരെ കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായെന്ന് ഇവരോട് തന്നെ ചോദിക്കാനായിട്ട് ഇവരുടെ എല്ലാം വീഡിയോ കാണിക്കും. സത്യം പറഞ്ഞാൽ കണ്ടൻറ് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയട്ടെ. എപ്പിസോഡ് തുടങ്ങി ആദ്യത്തെ ആ ഒരു സെലിബ്രേഷൻ്റെ പാർട്ട്, ഡാൻസ്, കേക്ക് മുറി, മാറ്റി നിർത്തുക. അത് കഴിഞ്ഞ് പിന്നെ വിഷാണ്, അതായത് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻസും പുറത്തുള്ളവരോ വിഷ് ചെയ്യുന്നു. അത് പോയൊരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇൻ്റർവ്യൂ കാണിച്ച് പോയൊരു 15 മിനിറ്റ്. ഇതിനിടയ്ക്ക് അരമണിക്കൂർ പരസ്യം. പിന്നെ ലാലേട്ടൻ വന്ന് ഇൻട്രോ ഓരോ സമയത്തും പറയുന്നത് പോയൊരു 2.5 മിനിറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എവിക്ഷനിൽ പോയൊരു 5 മിനിറ്റ്. അതും സാധാരണ ഒരു എവിക്ഷൻ പെട്ടെന്ന് ലാലേട്ടൻ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഓരോ ആളെയും ഓരോ പാട്ടിട്ട് ആനയിച്ചൊക്കെ അകത്ത് കൊണ്ടുവരുന്നു. അത്രയ്ക്ക് കണ്ടൻറ് ദാരിദ്ര്യമുള്ള എപ്പിസോഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലിറ്ററലി അവസാനത്തെ ഒരു 15 മിനിറ്റ് എവിക്ഷനാണ് കാണിച്ചത്. അതിൽ ഓരോരുത്തരുടെ പാട്ടിട്ട് ഡാൻസ് കൊണ്ടിരുന്നു. പിന്നെ അബി ഔട്ടായി പുറത്ത് പോകുന്ന സാധനങ്ങൾ കാണിക്കുന്നു. അങ്ങനെ 50ാമത്തെ എപ്പിസോഡിൽ ഒരു കണ്ടൻറ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഇന്ന് അഖിൽമാരാർ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ സിബിനെ പുറത്താക്കിയതിലൊക്കെ വെച്ചിട്ട് ഒരു ആരോപണമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ. അതായത് ബിഗ് ബോസിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ ഈ സീസണിൽ ഒഴിവാക്കി, പുതിയ ആൾക്കാർ വന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അവർ കളിക്കുകയാണ് ഒരു വിന്നറാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ ഒരു ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നതിൽ കാര്യമില്ല എന്നല്ല, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കും തോന്നിയ കാര്യങ്ങളൊക്കെ അതിനകത്തതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്തായാലും സിബിനെ ഒരു മാനസിക രോഗിയാക്കിയിട്ട് പുറത്തൊക്കെ വിട്ടത് അതൊക്കെ വളരെ മോശമായി പോയി. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത്, രതീഷിനെ എന്തിനാണ് അകത്തോട്ട് കയറ്റി വിട്ടത്? എന്തിനാണ് കയറ്റി വിട്ടത്? നമ്മൾ പ്രേക്ഷകരെ കോമാളിയാക്കുക അല്ലേ? പ്രേക്ഷകർ വിലയിരുത്തി പുറത്താക്കിയ ഒരാളെ വീണ്ടും അകത്തേക്ക് കയറ്റി വിടേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒരാൾക്കെങ്കിലും രതീഷിനെ അകത്ത് കയറ്റി വിട്ടത് നന്നായി അല്ലെങ്കിൽ രതീഷിനെ എൻ്റർടൈൻ ചെയ്യും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.